ബാലകൃഷ്ണ, എന്താ ഇതൊക്കെ? റാണി, ഞാൻ ഈ പോലീസും ബഹളമൊക്കെ സത്യം പറ, എന്ത് ചെയ്തിട്ടാ ബാലകൃഷ്ണ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നെ വിശ്വസിക്കേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ രാത്രിയിൽ ഈ വഴിക്ക് പാത്തും പതുങ്ങിയും? റാണിയെ കാണാൻ വന്ന നാളെയല്ലേ ഓപ്പറേഷൻ. പണം ശരിയായിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. ഇല്ല, ബാലകൃഷ്ണൻ എവിടുന്നോ എന്തോ മോഷ്ടിച്ചു, അതാ സത്യം. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കരുത്. റാണിയോട് ഞാൻ കള്ളം പറയില്ല. എന്റെ ജീവൻ പണയപ്പെടുത്തി ഞാൻ ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചു. അതിനെനിക്ക് കുറച്ച് പ്രതിഫലവും കിട്ടി. അതിൽ നിന്ന് റാണിക്ക് ആവശ്യമുള്ള രൂപ നാളെ രാവിലെ ഇവിടെ എത്തിക്കും. എനിക്ക് വേണ്ടത് സത്യം പറ, ആ പണം എവിടുന്ന ബാലകൃഷ്ണൻ? ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എന്നെ അവിശ്വസിക്കരുത്. റാണിയാണ് സത്യം, ദൈവത്തിനാണ് സത്യം. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. നാളെ രാവിലെ ഞാൻ പണവുമായി എത്തും. ബാലകൃഷ്ണ, എനിക്ക് ബാലകൃഷ്ണനെ വിശ്വസിക്കാമോ? പ്ലീസ്. ഞങ്ങൾക്ക് വെളുപ്പിനെ പോണം. ഉണ്ണി വല്ലാത്ത പ്രതീക്ഷയില്ല. പോകാനായി എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു, കാറ് വരെ. പോകുമ്പോ ഞങ്ങൾ ആ വഴി വരട്ടെ? എങ്കിലതാ നല്ലത്. പണവുമായി ഞാൻ കാത്തിരിക്കും. ചെല്ലെ, സമാധാനമായി കിടന്നുറങ്ങിക്കോ. മത്താച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. മത്താച്ചേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു. മത്താച്ചേട്ടാ, മത്താച്ചേട്ടാ, സൂക്ഷിച്ച്. മത്താച്ചേട്ടാ, ആരെയാ നോക്കുന്നേ? ഇനി ആരും വരില്ല. നമ്മൾ രക്ഷപ്പെട്ടു. മത്തായിച്ച, നമ്മൾ രക്ഷപ്രഭുക്കളായി. ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ ഗോപാലകൃഷ്ണ, എടാ കള്ള, ഞങ്ങൾ വന്നു. ഗോപാലകൃഷ്ണ, ഇവനെവിടെ? ഗോപാലകൃഷ്ണ.